അതാണ് ഇതിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഡീമോട്ടിവേറ്റഡ് ആവുന്ന ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ അതാണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരായിട്ടല്ല അവര് മാർക്ക് കുറവ് മേടിക്കുന്നത്, അല്ലെ? ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ മൈൻഡ് അതിന് സമ്മതിക്കില്ല. നമ്മളെല്ലാം റീഡ് ചെയ്യും, പക്ഷെ ഓർമ്മയിൽ നിൽക്കത്തില്ല. എല്ലാം കഴിഞ്ഞ് ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയത്തില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം ഉണ്ടെങ്കിലും പഠിക്കാൻ മാത്രം നമുക്ക് സമയം ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടെങ്കിലും സമയം തികയാത്തൊരവസ്ഥ. എക്സാം വരുന്ന സമയത്ത് മാത്രം നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഒരുപാട് സബ്ജക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു മലയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ഫേസ് ചെയ്യാം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവാതിരിക്കും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് മാർക്ക് കിട്ടത്തില്ല. അപ്പൊ ആരെങ്കിലും നമ്മുടെ അടുത്തൊന്ന് വന്നിട്ട് നമ്മളൊരു മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊന്ന് ഇരുത്തി പറഞ്ഞു തരാൻ വേണ്ടി, നീ പഠിക്കുന്ന വേ ഇങ്ങനെയാണ്, അതൊന്ന് മാറ്റി നോക്ക് എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. അല്ലെങ്കിൽ ഞാൻ മേടിച്ച സ്കോറിനേക്കാൾ കുറച്ചെങ്കിലും എനിക്ക് കൂടുതൽ സ്കോർ മേടിക്കാൻ വേണ്ടി പറ്റിയേനെ എന്നൊക്കെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രൊഫഷനിൽ എനിക്ക് ഇങ്ങനത്തെ, ഞാൻ ഇപ്പം മെന്ററിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസിന്റെ അക്കാഡമിക് മെന്ററിംഗ് ചെയ്യുന്ന സമയത്ത് എന്റെ പ്രൊഫഷൻ ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അനിയനോ അനിയത്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരില്ലാത്തതിന് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എങ്ങനെയാണ് അവരെ ഗൈഡ് ചെയ്യേണ്ടത്, അല്ലെ അവർക്ക് എങ്ങനെയൊക്കെയാണ് ടീച്ചിങ് ലെസൺസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പക്ഷെ ഒരു 100-300ഓളം സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട് എന്റെ ആദ്യത്തെ അക്കാഡമിക് ഇയറിൽ. അത്രയും സ്റ്റുഡൻസിനെ കിട്ടിയ സമയത്ത് അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവരുടെ അടുത്തുള്ള അക്കാഡമിക്കിലെ കോമൺ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഞാൻ എന്റെ പ്രൊഫഷൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ 6 വർഷത്തോളമായി ഞാൻ ഈ സ്റ്റുഡൻസിന്റെ അടുത്തുള്ള ഇന്ററാക്ഷൻ, ഈ സ്റ്റുഡൻസിന്റെ മെന്ററിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള അവരുടെ കുറെ ഫിയേഴ്സ്, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അതായത് രാവിലെ എണീറ്റിരുന്ന് പഠിച്ചു, പക്ഷെ രാത്രി അല്ലെങ്കിൽ എക്സാം ടൈം ആവുന്ന സമയത്തേക്ക് അവർക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോയി. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തവണയും എനിക്ക് ഒരുപാട് അങ്ങനത്തെ എന്റെ പിള്ളേരുടെ മെസ്സേജ് വന്ന സമയത്താണ് എനിക്ക് തോന്നിയത്, ഇത് അവർക്ക് മാത്രമുള്ള പ്രശ്നമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. മേ ബി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം? എനിക്ക് അന്ന് കിട്ടാൻ സാധനങ്ങൾ ഇപ്പം എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് വരുന്ന കുട്ടികളുടെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടി പോണത്. നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വൈ? അപ്പൊ എല്ലാവരും പറഞ്ഞൊരു കോമൺ റീസൺ ആണ്, ഫോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ആക്ച്വലി ഈ ഫോൺ മാറ്റി വെക്കുക എന്നതിലുപരി നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ചുറ്റും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ എൻവയോൺമെന്റ് ആണ് നമ്മൾ അവിടെ ഒഴിവാക്കേണ്ടത്. അതായത് ഫോൺ മാത്രമല്ല ഇത് കാരണം. ഫോണ്, ടി വി, ലാപ്ടോപ്പ് ഇങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നല്ല. ഇതൊക്കെ വരുന്നതിന് മുന്നേയും ആളുകൾക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇപ്പൊ നിങ്ങൾ ചേച്ചിയും നിങ്ങളും ഒരുമിച്ചാണ് ഇത് പഠിക്കുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും, നിങ്ങൾ സംസാരിക്കും, എന്തെങ്കിലും കാര്യം നിങ്ങൾ ഡൗട്ട് ചോദിക്കുക മാത്രമല്ല, ചിലപ്പോൾ സ്കൂളിലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അല്ലെ സ്കൂൾ നടന്നിരിക്കുന്ന ഫണ്ണി കാര്യങ്ങൾ, അങ്ങനത്തെ മെമ്മറീസ് നിങ്ങൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. മെമ്മറീസ് നിങ്ങൾ ഷെയർ ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ സ്റ്റഡി ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ നിങ്ങൾ മാറ്റി വെക്കണം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഫ്രണ്ടും സിസ്റ്റർ, ചേച്ചി, ചേട്ടന്മാരൊക്കെ ഒരുമിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫോൺ മാറ്റി വെക്കേണ്ടത് റൂമിൽ തന്നെ സൈലന്റ് മോഡിലാക്കി വെക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് വേണ്ട. അത് ഡിസ്ട്രാക്ഷന്റെ വേറൊരു സാധനം തന്നെയാണ്. നമ്മൾ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അവിടെ ഇരിക്കും. എനിക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സീക്രട്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യം നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്യാം, നിങ്ങൾ അച്ഛന്റെയോ അമ്മേന്റെയോ അല്ലെ ചേട്ടന്റെയോ ചേച്ചിന്റെ കൈ കൊണ്ട് കൊടുക്കുക. ഞാൻ 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കരുത്, ഈ ഫോൺ ഞാൻ എടുക്കരുത് എന്നത് നിങ്ങളുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ഇവിടെ തന്നിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ആ 2 മണിക്കൂർ അവരെ ഏൽപ്പിച്ചേക്കാം. ഇനി എന്തെങ്കിലും സീക്രട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേറെ റൂമിലോ എവിടെയെങ്കിലും ഫോൺ മാറ്റി വെക്കുക. സ്റ്റഡി ടേബിളിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന റൂമിൽ ആ ഫോൺ വെക്കരുത്. ഫോക്കസ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രോബ്ലം അല്ല, നിങ്ങളുടെ എൻവയോൺമെന്റൽ പ്രോബ്ലം ആണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എൻവയോൺമെന്റിലേക്ക് നിങ്ങൾ മാറാം. ഇനി ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ടേബിളിൽ ഒരു ലോഡ് ബുക്ക്, ഫ്രണ്ടിൽ ഒരു ലോഡ് ബുക്കും, പഠിപ്പിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു ലോഡ് ബുക്ക് ഫ്രണ്ടിൽ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ, നിങ്ങൾ പഠിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബുക്ക്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക്, പെന്ന്, പെൻസിൽ, അങ്ങനെ സാധനങ്ങളല്ലേ. നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്തിട്ട് അത് മാത്രം വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. നിങ്ങളുടെ ബ്രെയിനിന് വേണ്ടത് ഒരു മോട്ടിവേഷൻ അല്ല, ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു സ്റ്റഡി പ്ലേസ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ എന്താണ് നീഡഡ് ആയിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, ഞാൻ എല്ലാം റീഡ് ചെയ്യും പക്ഷെ എല്ലാം മറന്നു.
അല്ലെ? വളരെ സിമ്പിൾ ആയി ഞാനിത് പറഞ്ഞു. പക്ഷെ ഇത് ആ റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിന്റെ ഒരു എഫക്ട് എന്താണെന്ന്. പക്ഷെ നിങ്ങൾ റീഡ് ചെയ്തു എന്നിട്ട് എനിക്ക് മറന്നു പോകുന്നു എന്ന് പറയുന്ന കുട്ടികൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീഡ് ആണ് ചെയ്തത്, അല്ലാതെ ലേൺ ചെയ്തിട്ടില്ല. റീഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ലേണിംഗ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അത് റീഡ് ചെയ്ത് നോട്ട് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ലേൺ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വായിച്ചെന്ന് കരുതി നിങ്ങൾക്ക് ഒരിക്കലും അതൊരു മെമ്മറിയിൽ ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ്സ് എ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇറ്റ്സ് എ നോട്ട് അല്ല ഒരു അക്കാഡമിക് കണ്ടന്റ് ആവുന്ന സമയത്ത് അതിന് അതിന്റേതായ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതല്ലാണ്ട് ഒരു കഥാബുക്ക് വായിച്ചു നിങ്ങൾക്ക് ആ കഥ മെമ്മറിയിലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് പോലെയല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തു ലേൺ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. വിച്ച് മീൻസ് റീഡിംഗ് ഈസ് നോട്ട് ലേണിംഗ്. ആൻഡ് റീകോൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്രെയിൻ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അതിന്റെ കണ്ടന്റിന്റെ ഒരു വലിയ ഒരു വേർഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് എക്സാം ടൈമിൽ ആ ഒരു വലിയ വേർഷൻ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാത്തിന്റെയും ക്യാപ്സ്യൂൾ വേർഷൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും. ആൻഡ് നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പോയിന്റ്സ് എല്ലാം അതിലുണ്ടായിരിക്കണം. പക്ഷെ ക്യാപ്സ്യൂൾ ആയിട്ട് മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി. നിങ്ങളുടെ ക്യാപ്സ്യൂൾ പോയിന്റ്സും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനവും സെയിം ആവണം കേട്ടോ. അതല്ലാണ്ട് ഷോർട്ട് ആക്കിയത് കൊണ്ട് എനിക്ക് ഈസിയായി പഠിക്കാൻ വേണ്ടി പറ്റിയ 2 പോയിന്റ്സ് എന്ത് ഞാൻ ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക, ബാക്കി 4 പോയിന്റ്സ് എനിക്ക് ടഫാണ്, അത് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല, അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്ന സമയത്ത് അതിനോട് സത്യസന്ധമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അതല്ലാണ്ട് മടി കാണിക്കരുത്. അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ എക്സാം ടൈമിൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. പിന്നെ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം അക്കാഡമിക്സ് ഇത്രയും എത്തി, ഇനി ഇപ്പൊ ഒന്ന് പഠിക്കാൻ വേണ്ടി വിചാരിക്കാം, പക്ഷെ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം അതെനിക്കറിയില്ല. കാരണം ഇത്രയും ദിവസം ഇത്രയും മാസം മടി കാണിച്ചു, ഇനി എനിക്ക് പഠിക്കണം എന്നൊരു ഊർജ്ജം വന്നു, പക്ഷെ ഞാൻ എവിടെ നിന്ന് തുടങ്ങണ്ട, കാരണം എന്റെ മുന്നിൽ ഒരു മല പോലെ എന്റെ സിലബസ് ഇരിക്കുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ആ സിലബസ്. അതായിരിക്കും അടുത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ. അതൊരു കുറച്ച് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് വരുള്ളൂ, ബട്ട് അതൊരു പ്രോബ്ലം തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്നത് ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങരുത്. അങ്ങനെയല്ല, അതായത് സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എങ്ങനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നതിന്റെ പ്ലാൻ ആണ് ആദ്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ദിവസവും ഇനി അങ്ങോട്ടേക്കുള്ള ഡേയ്സ് നിങ്ങളുടെ ടാർഗറ്റഡ് ഡേയ്സ് ആയിരിക്കണം. അത് നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്യണം. ഡേ 1 ഞാൻ കെമിസ്ട്രി പഠിക്കുന്നു, കെമിസ്ട്രിയിൽ ഏതാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ, വ്യക്തമായ പ്ലാനിങ് നിങ്ങൾ ഇരിക്കുക. ആദ്യം നിങ്ങൾ പ്ലാൻ സെറ്റ് ആക്കുക, അതിനുശേഷം നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ ഡേ 1 ഞാൻ കെമിസ്ട്രി പഠിക്കുന്നു, കെമിസ്ട്രിയിലെ ഏത് ചാപ്റ്റർ പഠിക്കുന്നു, ആ ചാപ്റ്ററിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഞാൻ അന്ന് കവർ ചെയ്യുന്നത്, ആ ചാപ്റ്ററിലെ ഏതൊക്കെ ടോപ്പിക്സ് ഞാൻ എത്ര സമയം മുതൽ എത്ര സമയം വരെ കവർ ചെയ്തിരിക്കും. ആ കവറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം, അതിന് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം, ആൻഡ് അതൊരു നാളെ നിങ്ങൾ റീകോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതാണ് പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, ഞാൻ എന്നാലും ഇന്ന് ഞാൻ കെമിസ്ട്രി പഠിക്കാം, നാളെ ഞാൻ ഫിസിക്സ് പഠിക്കാം, അങ്ങനെയല്ല. നിങ്ങൾ പഠിക്കുന്നത് പ്ലാൻ ചെയ്ത് പഠിക്കുക. കാരണം നമ്മുടെ മുന്നിൽ അധികം ദിവസം ഉണ്ടാവില്ല. സോ ഓരോ ദിവസം, ഇനി 30 ദിവസമാണ് എക്സാമിനുള്ളതെങ്കിൽ ആ 30 ദിവസം നമുക്ക് എങ്ങനെ നമ്മുടെ സിലബസ് ഡിവൈഡ് ചെയ്യാം, ആ ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, സ്ട്രക്ചർ ചെയ്തിട്ട് ഇതെല്ലാ സിലബസും കൂടി നമുക്ക് ഈ 30 ദിവസം കൂടി എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, ഓരോ സമയവും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് അന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കും. ഈ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, എനിക്ക് സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സമയം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റഡീസിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. സമയം മാനേജ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലൈഫിലുള്ള നമ്മൾ ഉണർന്നിരിക്കുന്ന 12 മണിക്കൂർ പഠിക്കണമെന്ന് ഒരിക്കലും ഒരു കുട്ടിയോട് ആരും ആവശ്യപ്പെടത്തില്ല. ആ 12 മണിക്കൂറിൽ നമ്മൾക്ക് മോർണിംഗ് ആണോ, ആഫ്റ്റർനൂൺ ആണോ, ഈവനിങ് ആണോ, നൈറ്റ് ആണോ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആണോ, ഏത് സമയത്താണ് നമ്മളെ ബ്രെയിൻ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നത്, ഏത് സമയത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുക. പലർക്കും പല സമയമായിരിക്കും. ഇപ്പൊ എന്റെ ചേച്ചിക്ക് അത് ഏർലി മോർണിംഗ് പഠിക്കുന്നതാണ് ബെറ്റർ എങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് നൈറ്റ് ആയിരിക്കും പഠിക്കുന്നത് ബെറ്റർ. അപ്പൊ നമ്മൾക്ക് കൺവീനിയന്റ് ആവുന്ന, നമ്മുടെ ബ്രെയിനിന് കൺവീനിയന്റ് ആവുന്ന സമയം നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. എന്നിട്ട് അതിലൊരു 2-3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. 2 to 3 hours നിങ്ങൾ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുപ്പിക്കുക. ബാക്കിയുള്ള സമയം നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാനോ, അതിന്റെ നമ്മൾ സ്വന്തമായി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള അതർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, ബാക്കിയുള്ള സമയത്ത് ചെയ്യാം. പിന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക്, ടൈമിൽ നിങ്ങൾ ആക്ച്വലി മാനേജ് ചെയ്യേണ്ടത് ഒരു ക്ലോക്കിനല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങളുടെ എനർജി ലെവലിനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളിപ്പം ഡെയിലി നൈറ്റ് പഠിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഡെയിലി നൈറ്റ്, പക്ഷെ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് നൈറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പഠിക്കാൻ മൂഡില്ല, ഒരു എനർജി ഇല്ല എന്ന് നിങ്ങൾ പറയണം. എന്നാലും ഞാൻ എല്ലാ ദിവസവും രാത്രി ഒരു ഇത്ര മണി ടു ഇത്ര മണി വരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ പഠിക്കാം. നോ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട. ടേക്ക് റെസ്റ്റ്. ആൻഡ് ഈ ഒരു 2 മണിക്കൂർ നിങ്ങളോട് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അത് ഓവർകം ചെയ്യാനുള്ള പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം.
അതായത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പഠനമാണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിലും ഏത് കാര്യം ചെയ്യണ സമയത്തും അത് കഷ്ടപ്പെട്ട് ചെയ്യരുത്. കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഹാർഡ് വർക്കിംഗ് അതിന്റെ എഫേർട്ട് നമുക്ക് വല്ലാണ്ട് അങ്ങ് ഫീൽ ആകും. പക്ഷെ നേരെ തിരിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ട് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗ് ഒന്നല്ല, ഇത് നമുക്ക് കുറെ കൊല്ലങ്ങളായിട്ട് എല്ലാവരും കേട്ട് പഴകിക്കൊണ്ടിരിക്കുന്ന ഡയലോഗാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠനത്തിൽ ഇഷ്ടപ്പെട്ട കുറെ ടോപ്പിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില സബ്ജക്റ്റ് ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ടീച്ചറും കാരണമായിരിക്കും. ഇപ്പൊ മാത്സ് ടീച്ചർ എടുക്കുന്ന മാത്സ് നമുക്ക് ടഫ് ആണെങ്കിലും മാത്സ് ടീച്ചറോടുള്ള ഇഷ്ടം കാരണം നമ്മൾ മാത്സ് എന്ത് ചെയ്യും, ഈസി ആക്കാൻ വേണ്ടി നോക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കും. അപ്പൊ അത് നമ്മളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയി മാറും. അപ്പം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ നമ്മൾ ആദ്യം കവർ ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു മോട്ടിവേഷൻ കിട്ടും. മാത്സ് കഴിഞ്ഞു, അടുത്ത കെമിസ്ട്രി. ഇപ്പൊ നമ്മൾ പ്രയോറിറ്റി വെച്ച് നമ്മൾ കഴിഞ്ഞു. അവസാനം ഹിസ്റ്ററി. ഓ മൈ ഗോഡ്, ഹിസ്റ്ററി എനിക്ക് പറ്റില്ല, ഭയങ്കര ടഫാ. അപ്പൊ ഹിസ്റ്ററിക്ക് നമുക്ക് കുറെ സമയം ആവശ്യം വരും. മറ്റേതൊക്കെ ടീച്ചേഴ്സിന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ പഠിച്ചു വെച്ച സാധനങ്ങൾ നമ്മൾ തീർത്തു. ഹിസ്റ്ററി നമുക്ക് തീരെ ഇഷ്ടമല്ല, ഹിസ്റ്ററി ടീച്ചറെ നമുക്ക് ഇഷ്ടമല്ല, ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് നമുക്ക് ഇഷ്ടമല്ല. സോ നമുക്ക് അതിന് കുറെ സമയം മാറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ടോപ്പിക്കിന് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ എക്സ്ട്രാ കൊടുക്കാറ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് സ്റ്റുഡൻസിന്റെ എക്സാമിനോടുള്ള ഒരു പേടി. എക്സാമിനോടുള്ള ഒരു പേടി. അതിനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി. അതായത് നമ്മൾ പഠിച്ചോ അല്ലെങ്കിൽ ഞാനിപ്പോ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നോ എന്ന് നമ്മളുടെ ബ്രെയിൻ നമ്മളോട് തന്നെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും ബ്രെയിനിന്റെ അടുത്ത്, ഞാൻ പ്രിപ്പയർഡ് ആണോ, അല്ലെ ഞാൻ പഠിച്ചിട്ടുണ്ടോ, ഞാൻ പഠിച്ചത് തന്നെയായിരിക്കും വരിക. അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ലേ, അങ്ങനത്തെ ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ പഠിച്ചെല്ലാം എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് അങ്ങ് മറന്നുപോകും. എടാ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചതല്ലേടാ, കഷ്ടപ്പെട്ട് പഠിച്ചല്ലോ. അപ്പൊ അതിൽ കോൺഫിഡന്റ് ആവേണ്ട ആരാ, നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പൊ നിങ്ങൾക്കൊരു ടോട്ടൽ ഒരു 10-20 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതില് നിങ്ങൾ 19 ചാപ്റ്റർ പഠിച്ചു, ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി സമയം കിട്ടില്ല, അല്ല ഒരു ചാപ്റ്റർ നിങ്ങൾ കോൺഫിഡന്റ് അല്ല എങ്കിൽ ഈ പഠിച്ചിരിക്കുന്ന 20 ചാപ്റ്റർ നിങ്ങൾ കോൺഫിഡന്റ് അല്ലാത്ത പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കൺവേ ആവുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൽ കോൺഫിഡന്റ് കാണിക്കേണ്ട നിങ്ങളുടെ പാരന്റ്സോ സിസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോ അല്ല. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ മനസ്സിനോടും നിങ്ങളുടെ ബ്രെയിനോടും പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, അല്ലെ? അതായത് എടാ നീ പഠിച്ചിട്ടുണ്ടടാ, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിലപ്പോ അച്ഛനും അമ്മയും അവരൊരു മോട്ടിവേഷൻ തരും. പക്ഷെ നേരെ തിരിച്ചിട്ട് സെൽഫ് മോട്ടിവേഷൻ എന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ വേറെ കിട്ടാനില്ല. അതായത് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര ദിവസം ഇരുന്നിട്ട് എല്ലാം പഠിച്ചിട്ടുണ്ട്, പിന്നെ ആ ഒരു ചാപ്റ്റർ അല്ല വീട്ടുകാളെ വന്നാലല്ലേ, ചിലപ്പോ അത് വന്നില്ലെങ്കിലോ, അങ്ങനെ വിചാരിച്ചേക്കാം. അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ പോട്ടെ, ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം സൂപ്പർ ആയിട്ട് ഈസി ആയിരിക്കും, സൂപ്പർ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതങ്ങനെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണോ എക്സാമിന് വരിക, ഞാൻ എന്താക്കും. നിങ്ങൾ സമയം വേസ്റ്റ് ആക്കുവാണ്. കാരണം നിങ്ങൾ ഇത്ര മാസം ഇരുന്ന് പഠിച്ച സാധനങ്ങൾ നിങ്ങൾ ആ ഒരു ഒറ്റ സമയം കൂടെ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ ബ്രെയിനെ നിങ്ങൾ വെറുതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെ ബ്രെയിന് ചുമ്മാ ട്രിഗർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എക്സാമിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പഠിച്ചിട്ടുണ്ട്, സോ ഐ ക്യാൻ. പിന്നത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്ന പ്രോബ്ലം ആണ്, പെട്ടെന്ന് മാറ്റി വെക്കേണ്ടതും ആ ഒരു പ്രോബ്ലം ആണ്. അതായത് നമ്മളുടെ പ്രൊക്കാസ്റ്റിനേഷന്റെ അളവ് കൂടും. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സമയത്ത് അവോയ്ഡ്നെസ് കൂടും. ഇപ്പം കെമിസ്ട്രി എന്ന സബ്ജക്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന സബ്ജക്ട് എനിക്ക് ഇഷ്ടമല്ല എന്നാൽ അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യും നമ്മൾ. പക്ഷെ ആ സബ്ജക്ട് നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സാമിൽ എഴുതാതിരിക്കേണ്ടി വരുന്നില്ല. നമ്മൾ ആ ഒരു സബ്ജക്ട് നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതാണ്, എന്നാൽ മാത്രമേ നമ്മൾ പാസ്സാവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊക്കാസ്റ്റിനേഷൻ ഒന്ന് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, സബ്ജക്ട്സിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കുറയ്ക്കുക. രണ്ടാമത്തെ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിക്കേണ്ട നാളെ പഠിക്കാം. ഇന്നിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട മാച്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് സ്റ്റഡി വേണ്ട, നാളെ പഠിക്കാം എന്ന് പറയുമ്പോൾ ഇന്നലെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സ്ക്യൂസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇന്നലെ നിങ്ങൾ പഠിക്കേണ്ട എത്ര അവർ സ്റ്റഡിങ് ആണോ അത് നെക്സ്റ്റ് ഡേയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. 2 hours സ്റ്റഡിങ് ഇപ്പൊ ഈ കഴിഞ്ഞ മൺഡേ പോയിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, 2+2 4 hours സ്റ്റഡി ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം. പിന്നെ പ്രൊക്കാസ്റ്റിനേഷൻ കൂടുതലായിട്ട് വരിക ആ ഒരു സബ്ജക്ട് ബോറിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് എവിടുന്ന് തുടങ്ങണം എന്നൊരു ധാരണ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ മടുത്തിരിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഈ പ്രൊക്കാസ്റ്റിനേഷൻ വരിക. അത് ഓവർകം ചെയ്യേണ്ട റിസർച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മടി എന്ന സാധനം അത് മാറ്റി വെക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് മാറ്റി വെച്ചിട്ടേ കാര്യമുള്ളൂ. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ പ്രോബ്ലം ആൻഡ് വേഴ്സ്റ്റ് പ്രോബ്ലം. ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിന് ഇത് ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ ഒരു പ്രോബ്ലം ഇതാണ്. അതായത് എല്ലാം പഠിച്ചിട്ട് പോകും, അല്ലെങ്കിൽ എല്ലാം സെറ്റാണ് എന്ന് മനസ്സിലൊക്കെ വിചാരിച്ചിട്ട് അവരെ എക്സാം ഹാളിലേക്ക് പോകും, എക്സാം എഴുതും, പക്ഷെ മാർക്ക് കിട്ടത്തില്ല. അത് പിള്ളേരെ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്യും. ഞാൻ പഠിച്ചു പക്ഷെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഒരു 50% സ്റ്റുഡൻസ് ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആവുന്ന കാര്യമാണിത്.
പഠിച്ചു പോയ കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം വേറെ പറയാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാം. ഇതില് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യം മാത്രമല്ല, നമുക്ക് റൈറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതായത് സമയം തികയാത്തൊരു ഫീൽ വരും. എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് അറിയുന്നതാണ്, പക്ഷെ 2 മണിക്കൂർ സമയം കിട്ടിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് മൊത്തം എഴുതാൻ വേണ്ടി പറ്റിയില്ല. മൊത്തം എഴുതാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മള് നല്ല വൃത്തിക്ക് 1, 2, 3 ആ ഒരു ഓർഡറിലേക്കും പോയിട്ടുണ്ടാവാം. ഈ 1, 2, 3 ചിലപ്പോൾ 1 മാർക്കോ 1/2 മാർക്കോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാർക്ക് വല്ലാതെ ഡൗൺ ആവും. അപ്പൊ അങ്ങനെ സമയ സമയ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഒന്ന് നിങ്ങൾ റൈറ്റിംഗ് സ്പീഡ് എന്ത് ചെയ്യാം, കൂട്ടാൻ വേണ്ടി ശ്രമിക്കാം. അത് എക്സാം ഹാളിലല്ല, അതിന് മുന്നേ തന്നെ നിങ്ങൾ റൈറ്റിംഗ് സ്പീഡ് പെട്ടെന്നാക്കാൻ വേണ്ടി നോക്കാം. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സബ്ജക്റ്റിന്റെ ആൻസർ കൺവേ ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കണം. സമയം 2 മണിക്കൂറുള്ളൂ, പക്ഷെ 50-80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക. അപ്പം അത് നല്ല വൃത്തിക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റൈറ്റിംഗ് സ്പീഡ് കൂട്ടുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റിംഗ് സ്പീഡ് നിങ്ങൾ കൂട്ടിയിട്ട് അതിന് വലിയ കോൺഫിഡൻസ് ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ ഏറ്റവും ഹൈ മാർക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നുന്ന ആ ഒരു സ്പീഡിൽ എത്തത്തില്ല എന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ പാരഗ്രാഫ് വൈസ് അല്ലെങ്കിൽ 8 മാർക്ക് 5 മാർക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം നിങ്ങളെ ടാർഗറ്റ് പോയിന്റിൽ വരിക, അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് എന്തായാലും ബാക്കി സമയം വരിടാം. കാരണം അത്രയും ഹൈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ 1 മാർക്ക് 1/2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ലാസ്റ്റിലേക്ക് ഒരു പ്രയോറിറ്റി അങ്ങനെ മാറ്റി വെക്കുക. അപ്പൊ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ പ്രയോറിറ്റി തിരിച്ചിട്ട് അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നിങ്ങൾ ഒരു കൂൾ ഓഫ് ടൈം കിട്ടുന്നുണ്ടല്ലോ, ആ കൂൾ ഓഫ് ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റ് ക്ലാരിറ്റിയോടെ തന്നെ പഠിക്കാം. നിങ്ങൾ ചിലപ്പോൾ എക്സാം ഹോളിൽ നിങ്ങൾ എഴുതി വെക്കും, പക്ഷെ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് അത് കൺവേ ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പേജിന്റെ ആവശ്യം ഉണ്ടാവും. പക്ഷെ ആ ഒരു പേജിന്റെ ആവശ്യം ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് നേരത്തെ ഷോർട്ട് നോട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ആൻസർ പേപ്പറിലേക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് എഴുതി വെച്ചാൽ മതി. അല്ലാണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ എന്താണോ അതിന് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസറോട് കൊടുത്താൽ മതി. ചിലതിനൊക്കെ പറയും ഇത്ര 1000 വേർഡ്സിൽ കവിയാതെ വേർഡ്സ് വേണം, അതൊക്കെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എക്സാം നിങ്ങൾ പഠിച്ചു പോയി, പക്ഷെ അത് കംപ്ലീറ്റ് എഴുതാൻ വേണ്ടി പറ്റിയില്ല, ഇനി എഴുതിയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് എക്സാം വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിനെ കുറ്റം പറയാനായിട്ട് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റിനും അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നിങ്ങൾ അതേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് തരാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഈ ടീച്ചേഴ്സിന് എന്ന് പറയുന്ന സമയത്ത് മെജോറിറ്റി ടീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഒരു പ്രയോറിറ്റി ഉണ്ടാവില്ല സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ. എല്ലാവർക്കും അവർക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ ആനുവൽ എക്സാം പോലത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കില്ല നമ്മളത് വാല്യൂ ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് ഒരു പ്രോപ്പർ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റിന് ഇന്ന പോയിന്റ്സ് എഴുതിയ കുട്ടികൾക്കാണ് 4 മാർക്ക് കൊടുക്കുന്നത്. ഈ പോയിന്റ്സ് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 1/2 മാർക്ക് കൊടുത്താൽ മതി. അതിലുള്ള ടീച്ചർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, അവരെന്താണോ ആ ക്വസ്റ്റ്യനിലെ മെയിൻ കാര്യങ്ങൾ അത് നിങ്ങൾ മിസ് ചെയ്ത് കാണും. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് അതിലെ മെയിൻ പോയിന്റ്സ് നിങ്ങൾ ക്ലാരിറ്റിയോട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ക്ലാരിറ്റി ആയി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതി വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ സ്കോർ ആണ് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് വേറെ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ പഠിച്ചതിന്റെ പ്രശ്നമാണ്. അപ്പൊ നെക്സ്റ്റ് എക്സാം ആവുന്ന സമയത്ത് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആവല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തരണം ചെയ്യാം. സമയം തികയാത്തതാണോ, സ്പീഡ് കൂട്ടാൻ വേണ്ടി ഡെയിലി റൈറ്റിംഗ് ഹാബിറ്റ് കീപ്പ് ചെയ്യുക. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പാരഗ്രാഫ് 10 മിനിറ്റ് കൊണ്ട് 2 പേജ് എഴുതി കംപ്ലീറ്റ് ആക്കും എന്ന് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, 2 പേജ് ഒരു ബുക്ക് നോക്കി നിങ്ങൾ എഴുതി പഠിക്കാം. അപ്പൊ നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡ് നിങ്ങൾ ഒരു ടൈമർ വെച്ച് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ സ്പീഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ലെവലുള്ള ആൾക്കാരൊക്കെ പ്രാക്ടീസ് ചെയ്ത് എത്തിയത്. പക്ഷെ കോമ്പറ്റീറ്റീവ് എക്സാമിന് ഈ റൈറ്റിംഗ് സ്പീഡിൽ അല്ല, റീഡിംഗ് സ്പീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് സ്പീഡാണ് ഇമ്പോർട്ടന്റ്. അത് നമുക്ക് പിന്നീട് കുറച്ച് വലിയ ടോപ്പിക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പീഡ് കുറവാണെങ്കിൽ എഴുതി പഠിച്ച് സ്പീഡ് കൂട്ടാം. എഴുതി പഠിച്ച് നിങ്ങൾ പെന്നിന്റെ മൂവ്മെന്റ് അങ്ങ് സ്പീഡ് കൂട്ടിയിരിക്കാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കൂടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ സമയം തികയാത്തത്. അപ്പം നമ്മൾക്ക് എന്താണോ മിസ്റ്റേക്ക് വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തന്നെ അത് തിരുത്തുക. ഞാനിപ്പോ മുകളിൽ പറഞ്ഞിരിക്കുന്ന
പ്രോബ്ലംസ് ഇതിന്റെ മെയിൻ പ്രോബ്ലംസ് ആണ്. അതായത് ഞാൻ കോമൺ ആയിട്ട് സ്റ്റുഡൻസിന്റെ അടുത്ത് കേട്ടോണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ആണ്. ഇതല്ലാണ്ട് വേറെ നിങ്ങളെ കുട്ടികളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ചേച്ചിമാരോ ആരെങ്കിലും ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ട് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്നോട് ഒന്ന് DM ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമല്ല, ഇനിയിപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരു പ്രോപ്പർ ഒരു ഹാബിറ്റ് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്ലാനർ സെറ്റ് ചെയ്യാനോ ടൈം മാനേജ് ചെയ്യാനോ അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റും ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്യാം, നമുക്ക് അത് സോൾവ് ചെയ്യാം. അത് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങളുടെ എക്സാമിൽ ഒരിക്കലും ഫെയിൽ ആവില്ല. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഇറ്റ്സ് പെയ്ഡ് സാധനങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റിന് ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അനിയൻ അനിയത്തി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമായത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുട്ടിയായിട്ടോ അല്ലെങ്കിൽ എന്റെ അനിയനായിട്ടോ അനിയത്തിയായിട്ടോ ഹെൽപ്പ് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാണ്ട് അത് ഞാൻ ഒരു മണി ബേസ്ഡ് ചെയ്യാന്നല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എനിക്ക് DM ചെയ്യാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാം, ആൻഡ് യു വിൽ അച്ചീവ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.